ഹലോ, ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. ഞാൻ പണ്ട് ഒരു വർഷത്തോളം അമ്പലത്തിൽ കീഴ്ശാന്തിയായിട്ട് പോയിട്ടുണ്ട് പാലക്കാട്. പാൽപ്പായസം ഉണ്ടാക്കുമല്ലോ, പാൽപ്പായസം ഉണ്ടാക്കുന്ന ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും നമ്മൾ അമ്പലത്തിൽ പാൽപ്പായസം ഉണ്ടാക്കുക. അപ്പൊ അതെങ്ങനെയെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അതങ്ങനെ പുറത്ത് നമ്മൾ അമ്പലത്തിൽ പുറത്ത് പറഞ്ഞു കൊടുക്കാൻ പാടില്ല എന്നാണ് ഐതിഹ്യം. പക്ഷെ ഇപ്പൊ ഞാൻ ശാന്തി അല്ലല്ലോ. അപ്പൊ അന്നടുത്ത തന്ത്രി എന്നോട് പറയും വിഷ്ണു ഉണ്ടാക്കണ പാൽപ്പായസം നല്ല ടേസ്റ്റ് ആണ്, നല്ല കൈപ്പുണ്യുണ്ടെന്ന് പറയും. അപ്പൊ അതെന്താണെന്ന് ഞാൻ നിങ്ങൾക്കും കാണിച്ചു തരാം. അമ്പലത്തിലെ പാൽപ്പായസം ഉണ്ടാക്കുമ്പോൾ നമ്മൾ അതിലൊരു പൊടിക്കൈ ഇടും. അതുകൊണ്ടാണ് നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ സാധാരണ ആ പാൽപ്പായസത്തിന് ടേസ്റ്റ് കിട്ടാത്തത്. അപ്പൊ അത് ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ കാണിക്കാം കേട്ടോ. നമുക്ക് ഞാനിപ്പോ 20 പേർക്കുള്ള പാൽപ്പായസമാണ് ഉണ്ടാക്കണേ. അപ്പൊ അതിന് വേണ്ടി നമ്മൾ 6 ലിറ്റർ പാൽ എടുത്തിരിക്കുന്നത്. കയ്യിൽ 3 പിടി പച്ചരി, ചുവന്ന പച്ചരിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. നമ്മൾ ആദ്യം കുതിർത്താൻ വെച്ചിട്ടുണ്ട്. ഇതിന്റെ വെള്ളം കളയാം. 6 ലിറ്റർ പാലിന് 6 ലിറ്റർ വെള്ളം, 3 പിടി പച്ചരി, ചുവന്ന പച്ചരി. നമ്മൾ കുറച്ചും കൂടി പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ വലിയൊരു ഗ്യാസ് അടുപ്പൊക്കെ, ഇങ്ങനത്തെ വലിയൊരു ഗ്യാസ് അടുപ്പ് ഉണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ. അതാകുമ്പോൾ പണി വേഗം കഴിയും. മറന്നുപോയി ഞാൻ. എല്ലാ അമ്പലത്തിലും കയറണം. എനിക്ക് അമ്പലത്തിൽ 4 മണിക്ക് പോയിട്ട് പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് പായസമൊക്കെ ഉണ്ടാക്കി നിവേദ്യമൊക്കെ ഉണ്ടാക്കി എന്ത് രസമാണെന്ന് അറിയാം. അത് ചെയ്യുന്നവർക്ക് അതിൻ്റെ ഒരു ഇത് പറയാം. ഇങ്ങനെയുള്ള ഭാഗ്യം കിട്ടിയില്ല. ഉരുളി ചൂടാവുന്നതോടൊപ്പം തന്നെ 6 ലിറ്റർ വെള്ളം ഇട്ട് ഒഴിക്കുക. ആവേശത്തിൽ ഒരുപാട് വെള്ളം ഒഴിക്കണ്ട, കാരണം ഇത് വറ്റി കിട്ടാൻ നല്ല പാടാണ്. 3 മണിക്കൂറൊക്കെ എടുക്കും. അധികം അങ്ങോട്ട് ആവേശം വേണ്ട. ഇപ്പം ഒഴിച്ചിട്ടുള്ള വെള്ളത്തിന്റെ അളവ് നോക്കുക. ആ അളവിൽ നമുക്കിത് വറ്റിച്ചെടുക്കണം. സാവധാനം ഇരുന്നിട്ട് അങ്ങോട്ട് ഇളക്കുക. പെട്ടെന്നാവട്ടെ എന്ന് പറഞ്ഞിട്ട് തീ ഒന്നും കൂട്ടിയിടരുത്, ടേസ്റ്റ് മാറും. നമ്മളിതിലേക്ക് ഒഴിക്കണത് ആശീർവാദിന്റെ ശസ്തി എന്ന് പറഞ്ഞ നെയ്യാട്ടോ. ഗോൾഡൻ കളറിലേക്ക് വരും കേട്ടോ. എൻ്റെ പിറന്നാളിന് ആദ്യമായിട്ടാണ് ഞാൻ സ്വന്തമായി പാൽപ്പായസം ഉണ്ടാക്കുന്നത്. പാൽപ്പായസം ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മുടെ അന്നത്തെ വർഷം എന്നൊക്കെയാണ് വിശ്വാസം. തിളച്ച് തുടങ്ങുന്ന സമയത്ത് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള പച്ചരി ചേർക്കാൻ പോകാം കേട്ടോ. നോക്കുമ്പോൾ കയ്യിലേക്ക് തിള വരരുത്. അതിനുവേണ്ടി നമുക്ക് ഇങ്ങനെ എടുത്തിട്ടാൽ മതി. നമുക്ക് വീണ്ടും ഇളക്കി കൊടുക്കാം കേട്ടോ. അടുത്ത് നമ്മൾ ചേർക്കാൻ പോണത് 600 ഗ്രാം പഞ്ചസാര കേട്ടോ. കുറച്ച് മധുരം കൂടുതൽ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു 800 ഗ്രാം ചേർത്തിട്ടുണ്ട്. കുറച്ച് നാളെ മധുരം കഴിച്ച് വളരെ കുറച്ച് ഏലക്ക പൊടിച്ചത് കേട്ടോ. ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ കഴിക്കും. നമ്മുടെ പാൽപ്പായസം ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ചേർക്കുന്ന അവസാനത്തെ ആ ഒരു ട്രേഡ് സീക്രട്ട് എന്താണെന്നറിയോ? കൃഷ്ണതുളസിയുടെ ഇലയാണ്. ഇത് നമ്മൾ 7 എണ്ണം നമ്മളിതിലേക്ക് ഇടുക. നിങ്ങളെല്ലാവരും പാൽപ്പായസം ഇതേപോലെ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ കമൻറ്റ് പറയണം. നിങ്ങൾ എന്തെന്നെ വിഷ് ചെയ്യാതെ ഇത്രയും നേരമായിട്ട്? വിഷ് ചെയ്തുകൂടെ എന്നെ? ഒന്ന് വിഷ് ചെയ്തേ. ഹാപ്പി ബർത്ത്ഡേ ഉണ്ടാക്കിയിട്ട് കമൻറ്റ് പറഞ്ഞോളൂ. ടാറ്റ.